ഹായ് മക്കളെ, നമ്മൾ ഇന്നിവിടെ ഒരു ഉള്ളി തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തു, അതിലേക്ക് ആവശ്യമായ ഒരു മുറി തേങ്ങ ചിരണ്ടിയെടുത്തു. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഇത്രയാണ് നമ്മൾ. പിന്നെ പാകത്തിന് ഉപ്പും. അപ്പോൾ നമ്മളിനി തേങ്ങ വറുക്കാൻ ചട്ടി വെക്കുകയാണ്. തേങ്ങയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോഴേ ഇതിലേക്ക് ഈ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് ഇടുവാണ്. തേങ്ങ ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തേങ്ങ മൂത്ത് നല്ലോണം ചുമക്കം മൂക്കണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ നല്ലതുപോലെ ചുമന്ന് വന്നു. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിനിട്ട്, പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ട് നമ്മളിനി ഉള്ളി വഴറ്റി ചേർക്കണം. ഈ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചു. ഇതിനി ഒന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഉള്ളി വരട്ടാൻ പോവുകയാണ്. ഉള്ളി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വരട്ടാൻ പോവുകയാണ്. നമ്മൾ ഈ ഉള്ളി നന്നായിട്ട് വരട്ടിയെടുക്കണം, എന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ഒഴിച്ച് ശർക്കര കടുകും കൂടി ഞാൻ ഇടുവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി നമ്മളിത് വാട്ടാനിടുക. ഉള്ളി നമ്മൾ നന്നായിട്ട് വരണ്ടെടുക്കണം, നന്നായിട്ട് വാടണം. എന്നിട്ട് നമ്മൾ തേങ്ങ വറുത്തതും എല്ലാം ചേർക്കാവുള്ളൂ. ഉള്ളി ഇട്ട്, പിന്നെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില. ഇത് നന്നായിട്ട് വാടി വന്നിട്ട് നമ്മളിനി നന്നായിട്ട് മൂക്കണം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. വറുത്ത തേങ്ങയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് അരച്ചതാണ്. ഇനി ഇത് നമ്മൾ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. ഉള്ളി നന്നായിട്ട് ചുവന്നിട്ടേ ചേർക്കാവുള്ളൂ. ഉള്ളിത്തീയലിന് ഉള്ളത് ഇവിടെ ഉള്ളി നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വറുത്തരച്ച തേങ്ങയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഉള്ളി തീയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമുക്ക് പാകത്തിന് ചേർത്തെടുത്താൽ മതി. അത്യാവശ്യം പുളി മതി.
ഇതിലേക്ക് നമ്മൾ പാകത്തിന്, ഒരുപാട് വെള്ളം വയ്ക്കരുത്, പാകത്തിന് വെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് വാങ്ങണം. അപ്പം നമ്മുടെ ഉള്ളിത്തീയലിന് ഇച്ചിരി ഉപ്പും പാകത്തിന്, ഉപ്പ് ശകലം ഉള്ളിയിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും ലേശം ഉപ്പും കൂടെ ചേർത്ത്. അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഓണത്തിനൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. ഈ കറി കൂട്ടിയാൽ നല്ല നല്ല സ്വാദുള്ള കറിയാണിത്, ഉള്ളിത്തീയൽ. ഇതിലേക്ക് ലേശം വെള്ളം കൂടെ ഞാൻ ചേർക്കുക, കുറുകി ഇരിക്കണം. നമ്മുടെ ഈ വീഡിയോ ഉള്ളിക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.